മുസൽമാൻ എന്ന് പറഞ്ഞാൽ ആരാ? സ്വസ്ഥമായി സ്വാതന്ത്ര്യമൊന്ന് ആഘോഷിക്കാൻ പോലും പറ്റാതെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള പരേഡ് പോലും ഈ രാജ്യത്ത് തടയപ്പെട്ടുവെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനിത് പറയുമ്പോ ആരും എന്നെ പോപ്പുലർ ഫ്രണ്ടുകാരനാക്കാൻ നോക്കണ്ട. ഞാനൊരു സംഘടനക്കാരനുമല്ല. പോപ്പുലർ ഫ്രണ്ടിൽ കയറിയിട്ട് എനിക്കും ഒന്നും സാധിക്കാനില്ല. ഞാൻ അതിൽ പ്രവർത്തിച്ചിട്ട് അവർക്കും ഒന്നും സാധിക്കാനില്ല. ഞാൻ പറയുന്നത് നിഷ്പക്ഷമായി ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യം അത് നമ്മുടേതായ രീതിയിൽ നമുക്കൊന്ന് ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടുവെങ്കിൽ അല്ലേ, ഇവിടുത്തെ പലർക്കും വാളും കയ്യിൽ വെച്ചുകൊണ്ട് പദസഞ്ചലനം നടത്താം, ആയുധങ്ങളും കൈവശം വെച്ചുകൊണ്ട് എന്ത് വേണമെങ്കിലും നടത്താം, അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്ക് ഫ്രീഡം റാലി നടത്താം. എന്തുകൊണ്ടാ മുസ്ലിം സമുദായത്തിന് അവകാശമില്ലാത്തത്? ആരാ മുസ്ലിം? ആരാ മുസ്ലിം? ചരിത്രമൊന്ന് പരിശോധിക്കുക. തൊട്ടടുത്ത് കുണ്ടള എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്നും വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ നടന്ന കുണ്ടറ വിപ്ലവത്തിനും കുണ്ടറ വിളംബരത്തിനുമെല്ലാം അതിൻ്റെതായ സ്മാരകം വേണമെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയുന്നില്ല. എന്നാൽ അതേ വേലുത്തമ്പി ദളവയും അതേ മാർത്താണ്ഡവർമ്മയും എല്ലാം ബ്രിട്ടീഷുകാരുടെ കൈകളിൽ അകപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൊല്ലപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം വീടുകൾക്കുള്ളിലും സ്വന്തം ഒളിത്താവളങ്ങളിലും ആത്മഹത്യ ചെയ്ത ഭീരുക്കളെ പോലെ ഭരിച്ചവരാണ് എങ്കിൽ അറിയുമോ മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യം എന്തായിരുന്നു? തീതുപ്പുന്ന തോക്കിൻ മുരമ്പുകൾക്ക് മുന്നിലേക്ക് നെഞ്ചുവിരിച്ചു വെച്ചുകൊണ്ട് വെച്ചടാവിടി എന്ന് പറഞ്ഞ മഹാനായ ഷഹീദ് മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാ മുസ്ലിം. ആ മുസ്ലിമിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ലേ? ആ മുസ്ലിമിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ലേ? അറിയുമോ, ദാറുൽ ഉലൂം ദേവ്ബന്ദ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ ദാറുൽ ഉലൂം ദേവ്ബന്ദ് നിർമ്മിക്കപ്പെട്ടത് പോലും ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളികളായ ഉലമാക്കളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം ഇന്ന് എല്ലാവരും ഓർക്കും ജാലിയൻവാലാ ബാഗ്. 1919 സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു കൂട്ടം പടയാളികളെ ജാലിയൻവാല എന്ന് പറയുന്ന ഒരു പൂന്തോട്ടത്തിനിട്ട് നിഷ്കരണം വെടിവെച്ചു വന്നതൊക്കെ നമ്മൾ ഓർക്കും. എന്നാ നമുക്കറിയുമോ, ഈ ദാറുൽ ഉലൂം ദേവ്ബന്ദിന്റെ അടുക്ക് ഒരു പള്ളിയുണ്ട്. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത, ആരും മൈൻഡ് ചെയ്യാനില്ലാത്ത, ഒരു സ്വാതന്ത്ര്യ ദിനത്തിലും ആരുമൊന്നു വരാത്ത, ആരുമൊന്നു കൊടിയുയർത്താത്ത ഒരു പള്ളിയുണ്ട്. മസ്ജിദെ ഖൂൻ എന്ന് പേരുള്ള ഒരു പള്ളി. എന്താ മസ്ജിദെ ഖൂൻ എന്ന് പറഞ്ഞാൽ? രക്തപങ്കിലമായ പള്ളി. രക്തപങ്കിലമായ പള്ളി. എങ്ങനെയാ രക്തപങ്കിലമായത്? കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല, അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടല്ല. പിന്നെയോ ദേവ്ബന്ദ് ദാറുൽ ഉലൂമിലെ ആദർശധീരരായ മുസ്ലിമുകളായ യുവ പണ്ഡിതന്മാർ ജുമുഅ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ സുജൂദിൽ കിടന്ന സമയത്ത് ഇവിടുത്തെ കാപാലികരായ ബ്രിട്ടീഷ് പട്ടാളം എന്ന് നിഷ്കരണം അവരെ വെടിവെച്ചു കൊന്നിട്ട് അവരുടെ ശരീരത്തിൽ നിന്നും രക്തം ആ പള്ളിയുടെ 4 ചുവറുകളിലേക്കും തെറിച്ചു വീണെങ്കിൽ ആ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുന്ന മുസ്ലിം സമുദായത്തിനാണ് ഇന്ന് സ്വാതന്ത്ര്യം. ലേ നമുക്കറിയാലോ, ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ് ടാഗോർ, നോബൽ സമ്മാന ജേതാവ്. ആ രവീന്ദ്രനാഥ് ടാഗോർ തന്റെ ജനഗണമനയിലൂടെ പഞ്ചാബിനെയും സിന്ധിനെയും ഗുജറാത്തിനെയും മറാഠിയെയും മാത്രമാണ് പ്രകീർത്തിരിക്കുന്നതെങ്കിൽ അറിയുമോ, സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ, ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളെക്കാട്ടിലും ഏറ്റവും നല്ലത് ഞങ്ങളുടെ ഇന്ത്യയാണ്, ഞങ്ങളുടെ ഇന്ത്യയാണ് എന്ന് പറഞ്ഞ മഹാനായ ദാർശനിക മഹാകവി അല്ലാമ ഡോക്ടർ മുഹമ്മദ് ഇഖ്ബാലിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാ മുസ്ലിമുകൾ. ഈ മുസ്ലിമുകൾക്ക് എന്തുകൊണ്ട് ഇവിടെ സ്വാതന്ത്ര്യമില്ല? ഈ മുസ്ലിമുകൾക്ക് എന്തുകൊണ്ട് കിട്ടാനുള്ള അവകാശങ്ങൾ കിട്ടുന്നില്ല? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് അവകാശം വേണം. നമുക്ക് സ്വസ്ഥതയോടുകൂടി ജീവിക്കണമെങ്കിൽ 880 വർഷക്കാലം ഇസ്സത്തോടെ, ആഡംബരത്തോടെ, അന്തസ്സോടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണച്ചെങ്കോല് കൈയേന്തിയ നമ്മുടെ മുൻഗാമികളെ പോലെ ഭരണമില്ല എങ്കിലും അന്തസ്സോടുകൂടി നമുക്ക് ജീവിക്കണോ? കുറെ കൊടി പിടിച്ചിട്ട് മാത്രം കാര്യമില്ല, കുറെ സിന്ദാബാദ് വിളിച്ചിട്ട് മാത്രം കാര്യമില്ല. പിന്നെ എന്താ വേണ്ടത്? വീണ്ടും അത് തന്നെയാണ് പറയാനുള്ളത്. നീതിയുടെ പടവാളായ ഉമറിനെ പോലെയാവുക, മുൻഗാമികളെ പോലെ ഈമാനുള്ളവരാകണം നാം.
യഥാർത്ഥ ഈമാനുള്ളവരായി അള്ളാഹിനെ പരിപൂർണമായും അംഗീകരിക്കുന്ന, അള്ളാഹിന്റെ റസൂലിനെ പരിപൂർണമായും ഇഷ്ടപ്പെടുന്ന, അള്ളാഹിന്റെ റസൂല് കാണിച്ചു തന്ന ജീവിതം അപ്രകാരം അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ ഈമാനുള്ള മുസ്ലിമുകളായി നാം മാറണം. അങ്ങനെ നമ്മൾ മാറിയാൽ നമ്മുടെ മുൻഗാമികൾക്ക് ഈ നാട്ടിൽ അധികാരമുണ്ടായതുപോലെ മുസ്ലിം സമുദായത്തിന് ഈ നാട്ടിലും അന്തസ്സുണ്ടാകും. മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്ത് ഇസ്സത്തുണ്ടാകും. മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്ത് യാതൊരുവിധ ഭയവുമില്ലാതെ ജീവിക്കാൻ പറ്റും. അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. ഈ ഒരു പ്രഭാഷണത്തിന്റെ സന്ദേശമായി എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു സൂക്തത്തെയാണ്. അള്ളാഹ് പറയുന്നു, وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم. അല്ലാഹു പറയുന്നു, ആര് സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നു, ആര് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നു, അങ്ങനെ ആരെങ്കിലും തയ്യാറായാൽ, യഥാർത്ഥ ഈമാനോടുകൂടി അല്ലാഹനെ അംഗീകരിച്ച് ജീവിച്ചാൽ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ജീവനം അനുധാവനം ചെയ്ത് ജീവിച്ചാൽ അല്ലാഹ് പറയുന്നു, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളുടെ മുൻഗാമികൾക്ക് അധികാരം കൊടുത്ത പോലെ, നിങ്ങളുടെ മുൻഗാമികളുടെ വാക്കുകൾക്ക് ഇസ്സത്ത് കൊടുത്ത പോലെ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നതാ. തീർന്നില്ലല്ലോ, തീർന്നില്ലല്ലോ. വീണ്ടും അല്ലാഹ് പറയുന്നു, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا. മാത്രമല്ല, സ്വസ്ഥമായി അല്ലാഹ് നിങ്ങൾക്ക് അനുവദിച്ചു തന്ന വിശുദ്ധ ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമിനായിക്കൊണ്ട് ഈമാനോടുകൂടി ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും തരുന്നതാ. അല്ലാഹ് പറഞ്ഞതാ, വലയുമക്കിനന്നലഹും ദീനഹും الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا. നിങ്ങൾ പേടിക്കേണ്ടതില്ല. ആ പേടിയൊക്കെ മാറ്റിയിട്ട് ഒരു യഥാർത്ഥ മുസ്ലിമായി കൊണ്ട്, മുഅ്മിനായിക്കൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തരുന്നതാണ്. ആധിപത്യം നിങ്ങൾക്ക് തരുന്നതാണ്. എല്ലാവിധ അവകാശങ്ങളും നിങ്ങൾക്ക് തരുന്നതാ. അതുകൊണ്ട് എന്റെ സഹോദരീ സഹോദരന്മാരെ, നാം മനസ്സിലാക്കുക, നാം ഈമാനുള്ളവരാവുക, നാം യഥാർത്ഥ മുസ്ലിമാവുക, നാം യഥാർത്ഥ മുഅ്മിനാവുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടായാൽ, മഹാനായ നീതിയുടെ പടവാളായ ഉമർ ഇബ്നുൽ ഖത്താബ് കാണിച്ചു തന്ന പോലെ, സ്വഹാബത്ത് കാണിച്ചു തന്ന പോലെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പോലെ യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ അല്ലാഹുവിന്റെ വാഗ്ദാനമാ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കണമെങ്കിൽ, അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ, നീതി ലഭിക്കണമെങ്കിൽ പോരാടണ്ടാകുന്നല്ല, പോരാടണം, അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യണം. എന്നാൽ അതിനെക്കാട്ടിലെല്ലാം പ്രാധാന്യത്തോടുകൂടി ഈമാനോടുകൂടി ജീവിക്കുക. യഥാർത്ഥ സത്യവിശ്വാസിയായി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സച്ചരിതരായ അനുയായികളായിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.